ഹായ്, ഞാൻ അഭിലാഷ് കരിമുളക്കൽ, റിട്ടയർഡ് കൃഷി ഓഫീസറാണ്. പലരും പറയാറുണ്ട് കൃഷി നഷ്ടമാണ്. അത് നഷ്ടമാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ബുദ്ധിപൂർവ്വമായിട്ടുള്ള കൃഷി ചെയ്യാത്തതുകൊണ്ട്. ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല മണ്ണായിരിക്കണം, നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമായിരിക്കണം, അതുപോലെ തന്നെ നല്ല വിളയായിരിക്കണം, വിപണിക്കനുസരിച്ചുള്ള വിളവ് ഇറക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ശരിയായിട്ട് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം. മണ്ണറിഞ്ഞെന്ന് പറയുമ്പോൾ അതിനകത്തിലെ പ്രധാന സംഗതി വളപ്രയോഗത്തെക്കുറിച്ചാണ്. തെറ്റായ വളപ്രയോഗമാണ് കൃഷി നഷ്ടമാകാൻ ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ അതിന് നമ്മൾ എന്താ അറിയേണ്ടത്? എന്താണ് ശരിയായ വളപ്രയോഗം, എന്താണ് ശരിയായ വളം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക വസ്തുക്കളെ പ്രദാനം ചെയ്യുന്ന സാധനത്തിനെയാണ് വളം എന്ന് പറയുന്നത്. സസ്യ വളർച്ചയ്ക്ക് കുറേയധികം പോഷക മൂലകങ്ങൾ വേണം. ഏതൊക്കെയാണ് ആ പോഷക മൂലകങ്ങൾ? നമുക്കറിയാം, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു പട്ടിക, അതായത് മൂലകങ്ങളുടെ ഒരു പട്ടികയാണ്. ആ പട്ടികയിൽ ഏതാണ്ട് 118 മൂലകങ്ങൾ കണ്ടുപിടിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പട്ടികയിൽ ഇനിയും കണ്ടുപിടിക്കാൻ മൂലകങ്ങൾ ബാക്കിയുണ്ട്. ഇതിലെ വസ്തുക്കളെയാണ് മൂലകങ്ങൾ എന്ന് പറഞ്ഞത്. ആ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ മൂലകത്തിന്റെ പേര് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകവും ഓക്സിജനും കൂടി ചേർന്നാണ് വെള്ളം ഉണ്ടായിരിക്കുന്നത്. സോഡിയം എന്ന് പറയുന്ന മൂലകവും ക്ലോറിനും കൂടി ചേർന്നാണ് ഉപ്പുണ്ടായിരിക്കുന്നത്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോറ്, ഇഡ്ഡലി, ദോശ, പൊറോട്ട, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ മൂലകങ്ങൾ തന്നെയാണ് നമുക്ക് ആയാലും സസ്യങ്ങൾക്കായാലും എല്ലാ ജീവികൾക്കും വേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ഈ പോഷകമൂലകങ്ങളാണ്. അപ്പോൾ ഈ പോഷകമൂലകങ്ങൾ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളെയാണ് വളങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സസ്യവളർച്ചയ്ക്ക് വേണ്ടുന്ന പോഷകമൂലകങ്ങൾ? സസ്യവളർച്ചയ്ക്ക് വേണ്ടുന്ന പോഷകമൂലകങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം. ആവശ്യത്തിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിവ്. ഏറ്റവും കൂടുതൽ അളവിൽ വേണ്ടുന്നത് പ്രാഥമിക മൂലകങ്ങൾ, അതിൽ കുറച്ച് അളവിൽ വേണ്ടത് ദ്വിതീയ മൂലകങ്ങൾ, വളരെ കുറഞ്ഞ അളവിൽ വേണ്ടുന്ന സൂക്ഷ്മ മൂലകങ്ങൾ. ഒരു വിത്ത് ഇട്ട് അത് വിളവിലേക്ക് എത്തുവാൻ ഇത്തരത്തിലുള്ള കൃത്യമായ അളവിൽ ഈ പറയുന്ന 3 തരത്തിലുള്ള പ്രാഥമിക മൂലകങ്ങൾ, ദ്വിതീയ മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ, ഏതാണ്ട് 10-18 എണ്ണം നമ്മൾ കൃത്യമായ അളവിൽ നിന്ന് ഒന്നുകിൽ മണ്ണിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിൽ നിന്ന് കിട്ടണം. ഈ മണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ ദ്രൗപദിയുടെ അക്ഷയപാത്രം പോലെയല്ല. നമ്മൾ വളം വലിച്ചെടുക്കുക ഓരോ വർഷവും ഓരോ ദിവസവും വലിച്ചെടുക്കുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ കുറഞ്ഞ് കൊണ്ടിരുന്നാൽ പിന്നെ അത് കുറയുന്ന അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മാത്രമേ സസ്യ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലഭ്യമാകത്തുള്ളൂ. അപ്പോൾ ആ പ്രക്രിയയാണ് വളപ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രാഥമിക മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും കിട്ടും. നമ്മുടെ വായുവിലുള്ള പുകപടലങ്ങളിൽ നിന്ന് കാർബണും വെള്ളത്തെ വിശ്ലേഷണം ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും. ഈ ഹൈഡ്രജനും ഓക്സിജനും കാർബണും ഇതും ആണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന മൂലകങ്ങൾ. അത് ഈ രീതിയിൽ കിട്ടും. പിന്നെ വേണ്ടത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. നൈട്രജൻ മൂലകങ്ങൾ ലഭ്യമാക്കാൻ നമ്മുടെ പറമ്പിൽ പതിവായിട്ട് പയർവർഗ്ഗ കൃഷി ചെയ്താൽ നമുക്ക് പിന്നെ മണ്ണിന് ആവശ്യമുള്ള, ചെടികൾക്ക് ആവശ്യമുള്ള നൈട്രജനെ അന്തരീക്ഷത്തിൽ വലിച്ചെടുത്ത് പയർവർഗ്ഗ ചെടികളിലെ വേരുകൾ വസിക്കുന്ന സൂക്ഷ്മജീവികൾ മണ്ണിൽ ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നൈട്രജൻ കിട്ടും. അഥവാ നൈട്രജൻ പോരാതെ വന്നാൽ നമുക്ക് യൂറിയ രൂപത്തിൽ കൊടുക്കാം, ഫാക്ടംഫോസ് രൂപത്തിൽ കൊടുക്കാം. അതിൻ്റെ അളവ് കൃത്യമായിട്ട് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണം. ഏത് വിളയ്ക്കും എത്ര വളം, എത്ര പോഷകമൂലം വേണമെന്ന് കണക്കാക്കുന്ന മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ. പതിവായിട്ട് എല്ലാ വർഷവും മണ്ണ് പരിശോധിക്കണം. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എത്ര കുറവ് നൈട്രജൻ ഉണ്ടോ ആ കുറവ് പരിഹരിക്കാൻ ഒന്നുകിൽ പയർ കൃഷി ചെയ്യുക, പയർവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതി ആവശ്യാധിഷ്ഠിതമായിട്ട് നമ്മൾ യൂറിയയും ഫാക്ടംഫോസും ഒക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വേര് വളരാൻ വേണ്ടുന്ന പോഷകം ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് മസൂറി ഫോസ്, രാജ്ഫോസ് തുടങ്ങിയ, രാജ്ഫോസ് രാജസ്ഥാനിലെ പാറപ്പൊടിയാണ്. മസൂറി ഫോസ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ മസൂറി എന്ന് പറയുന്ന സ്ഥലത്തെ പാറപ്പൊടിയാണ്. ഇത് ഉപയോഗിക്കാം. ഇതിനകത്ത് 1 കിലോ മസൂറി ഫോസ് അല്ലെങ്കിൽ രാജ്ഫോസ് വാങ്ങിച്ചാൽ 200 ഗ്രാം ഫോസ്ഫറസ് കിട്ടും. ഫോസ്ഫറസ് കിട്ടുന്ന മറ്റൊരു വസ്തുവാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലുപൊടി. പൊട്ടാഷിന് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊട്ടാഷ് തന്നെ ഉപയോഗിക്കാം. അത് സത്യം പറഞ്ഞ ഒരു പിന്നെ പ്രകൃതിദത്ത ഉൽപ്പന്നം തന്നെയാണ്. നമ്മുടെ റഷ്യയിലും സൈബീരിയയിലും ഒക്കെ ഖനനം ചെയ്തെടുക്കുന്ന ഒരു തരം പാറപ്പൊടി തന്നെയാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കാൽസ്യം, സൾഫർ, മെഗ്നീഷ്യം, ഈ 3 മൂലകങ്ങളെ നമ്മൾ ദ്വിതീയ മൂലകങ്ങൾ എന്ന് പറയുന്നത്. കാൽസ്യം എന്ന് പറഞ്ഞാൽ കോശ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു സുപ്രധാന മൂലകമാണ്. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കുന്ന, അത് കൂടാതെ ഇതൊരു സ്വയം പോഷകമായി മാറുന്ന ഒരു സാധനം കൂടിയാണ് കാൽസ്യം. അപ്പോൾ പതിവായിട്ട് നമ്മൾ വളപ്രയോഗത്തിന് മുമ്പ് മണ്ണിൻ്റെ
അമ്ലത കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുമ്മായപ്രയോഗം നടത്തണം. അപ്പോൾ കുമ്മായപ്രയോഗം എത്രത്തോളം വേണമെന്നും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. ഒരു സെൻറ്റിൽ എത്ര കിലോ കുമ്മായ വസ്തുക്കൾ ചേർക്കണം, അത് കൃത്യമായിട്ട് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഒരു കൃത്യമായ ഒരു കണക്ക് അതിനെ സംബന്ധിച്ചില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാ വർഷവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. മണ്ണ് പരിശോധനയ്ക്ക് ശേഷമേ എന്ത് വളവും മണ്ണിൽ പ്രയോഗിക്കാവൂ. അപ്പോൾ കാൽസ്യം ഈ കുമ്മായ പ്രയോഗത്തിലൂടെ കിട്ടും. പിന്നെ മെഗ്നീഷ്യം, ഡോളോമൈറ്റ് ആണ് കുമ്മായ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ കാൽസ്യം മെഗ്നീഷ്യം അടങ്ങിയാണ് ഡോളോമൈറ്റ്. തമിഴ്നാട്ടിലെ ചുണ്ണാമ്പ് പാറപ്പൊടിയാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മെഗ്നീഷ്യം കിട്ടും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മെഗ്നീഷ്യം കുറവുണ്ടെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളം കിട്ടും. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് സൾഫറാണ്. സൾഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തുണ്ടാവാൻ വേണ്ടുന്ന ഒരു മൂലകമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗന്ധകപ്പൊടി ഉപയോഗിക്കാം. ഫാക്ടംപോസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഉണ്ട്. ഈ 3 മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാം തരം ഒരു കോംപ്ലക്സ് വളമാണ് ഫാക്ടംപോസ്. ഫാക്ടംപോസ് ഉപയോഗിക്കുന്നതിലൂടെ സൾഫർ കിട്ടും. പിന്നെ വേണ്ടത് സൂക്ഷ്മ മൂലകങ്ങളാണ്. വളരെ കുറഞ്ഞ അളവിൽ മതി, പക്ഷെ സസ്യ വളർച്ചയുടെ എല്ലാം നിയന്ത്രിക്കുന്ന ഈ സൂക്ഷ്മ മൂലകങ്ങളാണ്. ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന്, അതുപോലെ സസ്യങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തിനും വളരെ അത്യാവശ്യം വേണ്ടുന്ന മൂലകങ്ങളാണ് സൂക്ഷ്മ മൂലകം. വളരെ കുറഞ്ഞ അളവിൽ മതി. അത് ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം, സോഡിയം, ക്ലോറിൻ, ബോറോൺ, മാംഗനീസ്, മോളിബ്ഡിനം, ഈ ഇത്തരത്തിലുള്ള ഞാൻ ഈ പേര് പറഞ്ഞിട്ടുള്ള മൂലകങ്ങളൊക്കെ കിട്ടാൻ നമ്മൾ വേണ്ടത്ര മണ്ണിൽ ജൈവവളങ്ങൾ കൊടുത്താൽ മതിയാവും. ജൈവവളം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട വളം എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് വളമാണ്. കമ്പോസ്റ്റ് വളം എന്ന് പറഞ്ഞാൽ ജൈവ വസ്തുക്കൾ ജീർണിച്ചുണ്ടാകുന്നതിനെയാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നേരിട്ട് ജൈവവളങ്ങൾ ഇടുന്നതിന് പകരം നമ്മൾ കമ്പോസ്റ്റാക്കി ജീർണിപ്പിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് തന്നെ സസ്യങ്ങൾക്ക് പോഷകമൂലകങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് വലിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കമ്പോസ്റ്റ് വളത്തിൻ്റെ പ്രത്യേകത. അല്ല കുറച്ച് ചവറോ ചാണകമോ പിന്നെ ഈ വിളകളുടെ ചുവട്ടിൽ ഇട്ടാലേ 2-3-4 മാസം കഴിഞ്ഞ് വേണം ഇതൊന്ന് ജീർണിച്ച് ഈ പറയുന്ന പോഷകമൂലകങ്ങളായിട്ട് മാറാൻ. അത്രയധികം കാലതാമസം ജൈവവളങ്ങൾ നേരിട്ടിട്ടാൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജൈവവസ്തുക്കളെ കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീകൃത വളപ്രയോഗം ഉണ്ടായാൽ മാത്രമേ ഒരു വിളവിൽ നിന്ന് നല്ലൊരു വിള ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ.